പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എത്ര ചോദിച്ചിട്ടും കൂട്ടുപ്രതികളെ കുറിച്ച് പ്രതി ഒന്നും പറഞ്ഞില്ല. കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നു താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ആരൊക്കെയോ ഓടി ഒരു വണ്ടിയിൽ കയറി മറയുന്നത് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ വണ്ടിയെ പിന്തുടർന്നില്ല? ഞാൻ അപ്പോൾ അതിനെ ശ്രമിച്ചിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഈ പ്രതി ഓടി രക്ഷപ്പെടുമായിരുന്നു. That's all, Your Honor. Mr. Ramesh, you can cross-examine him. താങ്ക് യു, യുവർ ഓണർ. പോലീസ് ക്ലബ്ബിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് നിങ്ങൾ സംഭവം കണ്ടത് അല്ലേ? പറഞ്ഞല്ലോ. ഈ ക്ലബ്ബിലെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? പുന്നേക്കാടൻ എങ്ങനെ കഴിക്കോ? കഴിക്കും. അന്ന് കഴിച്ചിരുന്നോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കഴിച്ചിരുന്നു. എത്ര പെഗ്? 1 or 2. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കുറ്റമല്ലേ, അതോ പോലീസ് വണ്ടി ഓടിച്ചാൽ കുറ്റമല്ലെന്നാണോ? അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിച്ചത്, ഡ്രൈവർ നകുലനല്ലേ. ഓ അന്ന് രാത്രി ക്ലബിലെ പാർട്ടിയിൽ വെച്ച് മദ്യപിച്ചു വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്ന SP പുന്നേക്കാടനെ താങ്കൾ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും. എന്തിന്? ചുമ്മാ. സാറൊന്ന് കുടിച്ചിരുന്നു, പക്ഷെ അതൊന്നും സാറിന്റെ രോമത്തിൽ പോലും ഏക്കില്ല. അതെന്താ? 5-8 പെഗ്ഗെന്നൊക്കെ പറഞ്ഞാൽ സാറിന് ആനവായിൽ അമ്പഴങ്ങിയ ഒടുക്കത്തെ കപ്പാസിറ്റി അല്ലേ? ആ ശരീരം കണ്ട അറിഞ്ഞൂടെ? പണ്ട് പോലീസ് ക്ലബിലെ ഫംഗ്ഷന് ഒരു ഫുൾ ബോട്ടിൽ ഒറ്റ ഇരിപ്പിന് അടിച്ചു തീർത്ത് സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാ പുന്നക്കാട സാറ് അല്ലേ സാറേ? സംഭവം നടന്ന അന്ന് അതല്ലേ രസം. അന്ന് കോട്ട SP KG ഗോപാലുള്ള സാറുമായിട്ടായിരുന്നു മത്സരം. എന്നിട്ട് കള്ളുകുടിയുടെ കാര്യത്തിൽ കേരളത്തിലെ ഒരു പോലീസുകാരനും സാറിന്റെ 7 അയലത്തെത്താൻ കഴിയില്ലെന്ന് തെളിയിച്ചില്ലേ?